നിവേദനം തടഞ്ഞുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ഏറെ പ്രയാസമുണ്ടാക്കിയെന്ന് പൊതുമധ്യത്തിൽ അപമാനിതനായ തയ്യാട്ട് കൊച്ചുവേലായുധൻ. 2 വർഷം മുൻപ് തെങ്ങു വീണ് തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം തേടിയാണ് എംപിയുടെ അടുത്ത് അപേക്ഷയുമായി ചെന്നത്. സഹായം നൽകിയില്ലെങ്കിലും അപേക്ഷയെങ്കിലും വാങ്ങി വയ്ക്കാമായിരുന്നുവെന്ന് കൊച്ചുവേലായുധൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ പോയി ഇത്ര അറിവുള്ള ആൾക്കാരെ അടുത്ത് പോയി എന്തെങ്കിലും ഞാൻ പറയാം അപേക്ഷ മേടിച്ചാൽ മതി, എനിക്കൊന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഈ കണ്ട ആൾക്കാരുടെ അടുത്ത് പോയി പറഞ്ഞിട്ടൊക്കെ അത് ചെയ്യണം, അവർ വീട് കയറ്റി തരാം, പാർട്ടിക്കാർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പരമാവധി ഒരു കൊല്ലം വരെ നോക്കി 2 കൊല്ലമായി ഈ ഇതിൻ്റെ നിയമങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് പുള്ളിൽ വെച്ച് നടന്ന കലുങ്ക് വികസന സംവാദത്തിൽ അപേക്ഷയുമായി കൊച്ചുവേലായുധൻ എത്തിയത്. അവിടെ വെച്ചുണ്ടായ സുരേഷ് ഗോപിയുടെ പ്രതികരണം കൂടി കാണാം. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. ലെവിൻ, അപ്പോൾ ഇതൊന്നും ഒരു എംപിയുടെ ജോലിയല്ല, വേണമെങ്കിൽ പോയി പഞ്ചായത്തിൽ പറയുന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ പ്രതികരണം. എന്താണിപ്പോൾ ഈ വിഷയത്തിൽ കൊച്ചുവേലായുധൻ പറയുന്നത്? സേതു, കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് തൃശ്ശൂരിലെ 2 ഇടങ്ങളിലായി വെച്ച് സുരേഷ് ഗോപിയുടേതായിട്ടുള്ള കലുങ്ക് സംവാദം, ജനകീയ സൗഹാർദ്ദ സദസ്സ് എന്നുള്ള പേരിൽ മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നതിനായി സുരേഷ് ഗോപി നടത്തിയ ഒരു പരിപാടി. ആ പരിപാടിയുടെ ആദ്യ സെക്ഷനിൽ നടന്ന ആദ്യ സമയങ്ങളിലുള്ള ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിൽ കണ്ടിട്ടുള്ളത്. അതായത് തൃശ്ശൂർ പുള്ള് മനക്കൊടി പാടശേഖരത്തിന് സമീപത്ത് പുള്ള് കാർത്യായനി ദേവി ക്ഷേത്രത്തിന് സമീപത്തുള്ള ആൽത്തറയിൽ വെച്ചാണ് ഈ പരിപാടി നടന്നത്. ജനങ്ങളുമായി എംപിയും കേന്ദ്രമന്ത്രിയും നേരിട്ടെത്തി സംവദിക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജനകീയ കലുങ്ക് സംവാദം, ജനകീയ സദസ്സ് എന്നുള്ള പേരിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ പരിപാടിയിൽ നടന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു വയോധികനായിട്ടുള്ള ഒരു മനുഷ്യൻ കേന്ദ്രമന്ത്രിക്ക് ഒരു അപേക്ഷയുമായി എത്തുന്നു. അദ്ദേഹം ആ അപേക്ഷ വാങ്ങിക്കുക കൂടി ചെയ്യാതെ, അത് തുറന്നു നോക്കുക കൂടി ചെയ്യാതെ അദ്ദേഹത്തെ മടക്കി അയക്കുന്നു. മടക്കി അയച്ചതിന് ശേഷം ഈ സംഭവത്തിൽ അതിന് ശേഷമുള്ള പ്രതികരണമാണ് പുള്ളു സ്വദേശിയായിട്ടുള്ള കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന വയോധികനായ മനുഷ്യൻ തൻ്റെ ജീവൽ പ്രശ്നങ്ങൾ കാട്ടി ഒരു അപേക്ഷ നൽകുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കുന്ന സമീപനത്തിനെതിരെ വലിയ വിമർശനങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു. CPM ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നു. CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ തന്നെ അതിനെ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനം ഉന്നയിച്ചു. അതിനുശേഷം നമ്മൾ തേടിയ പ്രതികരണത്തിലാണ് ഈ പൊതുമധ്യത്തിൽ വെച്ച് അപമാനിതനായ കൊച്ചുവേലായുധൻ എന്ന വയോധികൻ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കണ്ടൊരു പരാതി നൽകാൻ ശ്രമിച്ചപ്പോൾ ആ പരാതി വാങ്ങാതെ സ്വീകരിക്കാതെ മടക്കി അയച്ച അദ്ദേഹത്തോട് പ്രതികരിക്കാതിരുന്നത് പൊതുമധ്യത്തിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അപമാനിക്കേണ്ട എന്ന് കരുതിയതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിൽ കടുത്ത മനോവിഷമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കൊച്ചുവേലായുധൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 2 വർഷം മുൻപ് ഒരു തെങ്ങ് വീണ് തൻ്റെ വീട് നശിച്ചു. സുരേഷ് ഗോപിയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാ വിഷയങ്ങളിലും ഏറെക്കുറെയൊക്കെ ഒരേ ലൈനിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ. അദ്ദേഹം പലപ്പോഴും മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ജനപ്രതിനിധിയായ കാര്യവും MP ആണെന്നുള്ള കാര്യവും അതിനൊക്കെ അപ്പുറം കേന്ദ്ര മന്ത്രി കൂടിയാണ് ഇപ്പോഴെന്നുള്ള കാര്യമൊക്കെ ഒരുപക്ഷെ മറവി കാരണം ഒക്കെ ആയിരിക്കാം.